ലവ് ഉണ്ടോ എന്നല്ല ബ്രെയിൻ ആദ്യം നോക്കുന്നത്. ഐ നോ ദിസ് മൈറ്റ് സൗണ്ട് കോൺട്രവേഴ്ഷ്യൽ, പക്ഷെ സീരിയസ് ആയി പറയട്ടെ, സെൽഫ് റെസ്പെക്റ്റ് ഉള്ളവർക്ക് റിലേഷൻഷിപ്സ് എളുപ്പമല്ല. ബിക്കോസ് റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ അത്യാവശ്യം വേണ്ടത് ലവ് അല്ല, കോംപ്രമൈസസ് ആണ്. ആൻഡ് സെൽഫ് റെസ്പെക്റ്റ് ഉള്ളവർക്ക് ചില കോംപ്രമൈസസ് പറ്റില്ല. റിപ്ലൈ വരാതെ ദിവസങ്ങളോളം കാത്തിരിക്കാൻ, ബെയർ മിനിമം എഫേർട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ, റിപ്പീറ്റഡ് ഡിസ്റെസ്പെക്റ്റ് ടോളറേറ്റ് ചെയ്യാൻ, സ്നേഹം കൊണ്ട് ഇയാളെ മാറ്റിയെടുക്കാൻ പറ്റും, മാപ്പ് പറഞ്ഞതല്ലേ ഇനി മാറും എന്ന് പറഞ്ഞ് വർഷങ്ങളോളം കാത്തിരിക്കാൻ. അറ്റാച്ച്മെൻറ്റ് തിയറി ബേസ്ഡ് റിസർച്ചിൽ ഇതിന് പറയുന്ന പേര് ഫെൽറ്റ് സെക്യൂരിറ്റി എന്നാണ്. അതായത് ദ ഫീലിംഗ് ഓഫ് കോൺഫിഡൻസ് ദറ്റ് യുവർ പാർട്ട്ണർ ആക്ച്വലി വാല്യൂസ് യു. ഈ വ്യക്തിയുടെ അടുത്ത്, എൻ്റെ പാർട്ട്ണറുടെ അടുത്ത് ഞാൻ ഇമോഷണലി സേഫ് ആണ് എന്ന ഫീലിംഗ്. അത് കിട്ടാത്ത പക്ഷം ബ്രെയിൻ ലവ് എന്ന് പറയുന്നതിനെ ഫൈറ്റ് ചെയ്ത് സാക്രിഫൈസ് ചെയ്ത് കീപ്പ് ചെയ്യേണ്ട എന്തോ ഒരു സാധനമായിട്ടാണ് കാണുന്നത്, ഒരു ത്രെറ്റായിട്ടാണ് കാണുന്നത്, കംഫർട്ടായിട്ടല്ല. ലവ് ഉണ്ടോ എന്നല്ല ബ്രെയിൻ ആദ്യം നോക്കുന്നത്, ഈ ലവിൽ ഞാൻ സേഫ് ആണോ എന്നാണ്. അപ്പോൾ സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ബ്രെയിൻ എന്ത് ചെയ്യും? അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കില്ല, എക്സിറ്റ് ഡോർ നോക്കും. അതുകൊണ്ടാണ് ചിലപ്പോൾ സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ആളുകൾ സിംഗിളായിട്ടിരിക്കുന്നത്, റോങ് റിലേഷൻഷിപ്പ് ടോളറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്. ബട്ട് സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ഇതേ ആൾ റൈറ്റ് റിലേഷൻഷിപ്പിൽ എത്തിപ്പെട്ടാൽ അവർക്ക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എഫേർട്ട്ലെസ് ആൻഡ് മോസ്റ്റ് ഫുൾഫില്ലിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസും ആയിരിക്കും. ഇസ്ന്റ് ഇറ്റ് ബ്യൂട്ടിഫുൾ?